ബാങ്കിംഗ് മേഖലയിൽ ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും നവീകരിച്ച കെട്ടിടമായ SBI ബിൽഡിംഗിലെ 1-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ പ്രേംകുമാർ MLA നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആറ് പതിറ്റാണ്ടിലധികമായി പണമിടപാട് മേഖലയിൽ സാധാരണക്കാരന്റെ സ്വന്തം ബാങ്കായി മാറിയ ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചുമാണ് നിലവിലെ കെട്ടിടമായിരുന്ന ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് എതിർവശത്തുള്ള SBI കെട്ടിടത്തിലെ 1-ാം നിലയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കെ പ്രേംകുമാർ MLA നവീകരിച്ച ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് സ്വാഭാവികമായും ആ ജനകീയമായിട്ടുള്ള നിലയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാനോ ഇടപെടാനോ സാധിക്കുകയില്ല. ഭരണസമിതി ആയാലും ജീവനക്കാരായാലും ഒക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അറിയുന്നവരും മനസ്സിലാക്കുന്നവരും അത് പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സാധ്യതയുടെ അങ്ങേയറ്റം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ബാങ്ക് 206 കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കാണ്. ചെറിയ സംഖ്യയല്ല. 206 കോടി രൂപ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപം ഉണ്ടാവുക എന്ന് വന്നാൽ വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. ഒറ്റപ്പാലത്ത് തന്നെ നിരവധിയായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഈ ബാങ്ക് തന്നെ പൊതുവിൽ പറയുന്നത് SBI ബിൽഡിംഗ് എന്നുള്ള മട്ടിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മറ്റൊരു നാഷണലൈസ്ഡ് ബാങ്കും സ്ഥിതി ചെയ്യുന്നത് ഇതേ കെട്ടിടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒറ്റപ്പാലം ടൗണിൽ തന്നെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് 206 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രമാത്രം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ നമ്മുടെ ബാങ്കിന് സാധിച്ചു എന്നുള്ളതാണ്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ലോക്കർ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025 മിസ്റ്റർ പാലക്കാട്, മിസ്റ്റർ കേരളയുമായി വിജയിച്ച KP സുദീപിനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ അധ്യക്ഷനായി. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൺ C ഡേവിസ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് സെക്രട്ടറി N ലത, നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ K അബ്ദുൽ നാസർ, ഒറ്റപ്പാലം ഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് APM റഷീദ്, ഒറ്റപ്പാലം മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ, സഹകാരികളുടെ പ്രതിനിധി K മൊയ്തുപ്പ, ജീവനക്കാരുടെ പ്രതിനിധി KM സുനിൽകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് T സുരേഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്നാണ് നിലവിലെ കെട്ടിടത്തിൽ നിന്നും എതിർവശത്തുള്ള SBI കെട്ടിടത്തിലേക്ക് ബാങ്ക് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. 1961 ചുനങ്ങാട് ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച് ഒറ്റപ്പാലം നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലുമായി 6 ബ്രാഞ്ചുകളിലൂടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇടപാടുകാരുടെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്ന ധനകാര്യ സ്ഥാപനം കൂടിയാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന് സ്വന്തമായൊരു കെട്ടിടമെന്ന ദീർഘനാളത്തെ സ്വപ്നവും ഈ വർഷം പൂവണിയാൻ പോവുകയാണ്. കൂടുതൽ സൗകര്യങ്ങളോടെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളോടുകൂടിയാണ് നവീകരിച്ച കെട്ടിടത്തിൽ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.